ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ഇൻഫർമേഷൻ +2 കഴിഞ്ഞ, പ്രത്യേകിച്ചും +2 സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ 2 പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷനാണ്. പാരാമെഡിക്കൽ കോഴ്സുകൾ വളരെയധികം പ്രാധാന്യമുള്ള, ജോലി സാധ്യതയുള്ള, അല്ലെങ്കിൽ നമുക്ക് പറയാം ജോബ് നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സുകളാണ് പാരാമെഡിക്കൽ കോഴ്സുകൾ. 4 വർഷം കൊണ്ടുള്ള പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളാണ്. അതുപോലെ അതിന് ഡിപ്ലോമ കോഴ്സുകൾ ലഭ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട 2 പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ആ 2 സ്ഥാപനങ്ങളും അവരുടെ വിവിധ കോഴ്സുകളിലേക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കോഴ്സുകൾ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഇത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം കൂടി, പാരാമെഡിക്കൽ കോഴ്സുകൾ എന്നുള്ള ഏത് കോഴ്സുകളാണെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് ഏത് സ്ഥാപനത്തിൽ നിന്നാണ് നിങ്ങൾ ആ കോഴ്സ് ചെയ്യുന്നത് എന്നതിന് പിന്നീട് അങ്ങോട്ടുള്ള നിങ്ങളുടെ കരിയറിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനങ്ങളുടെ ഉള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക. താല്പര്യമുള്ള കോഴ്സുകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് അപേക്ഷിക്കുക. പിന്നെ എൻട്രൻസ് എക്സാമുകൾ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ അതിൽ നിന്ന് പിന്മാറേണ്ട ഒരാവശ്യമില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. നിങ്ങളുടെ അതേ ക്വാളിഫിക്കേഷനുള്ള, ഇപ്പോൾ +2 ലെവലാണെങ്കിൽ +2 സയൻസ് പഠിച്ച കുട്ടികളാണ് എല്ലാവരും എക്സാം എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിൽ ചോദിക്കുക. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ നിങ്ങൾക്ക് ഇവരുടെ സൈറ്റുകളിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെടാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഈ സ്ഥാപനങ്ങളുടെ സൈറ്റിലുണ്ടായിരിക്കും. അതുകൊണ്ട് ആ ഒരു എൻട്രൻസ് എക്സാം ഉണ്ട് എന്നതുകൊണ്ട് മാത്രം ഇതിനെ നിങ്ങൾ ശ്രദ്ധിക്കാതെ വിടരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ആദ്യത്തെ സ്ഥാപനം ഞാൻ പരിചയപ്പെടുത്തുന്നത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, എയ്ഷ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണിത്. മൈസൂരാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സ്പീച്ച് ആൻഡ് ഹിയറിങ്ങിൻ്റെ കോഴ്സുകൾ മാത്രമല്ല, പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്തുന്ന വലിയൊരു ക്യാമ്പസാണ് ഈ എയ്ഷിൻ്റെ ക്യാമ്പസ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രോൾ ചെയ്ത് പോകുന്നത് കാണാം. ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഏറ്റവും പ്രശസ്തമായ ഇവരുടെ കോഴ്സാണ് BASLP എന്ന് പറയുന്ന കോഴ്സ്, ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്നാണ് കോഴ്സിൻ്റെ പേര്. അപ്പോൾ ആ കോഴ്സിലേക്ക് ഇപ്പോൾ താല്പര്യമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ആ ഒരു വിവരമാണ് ഈ ഒരു സ്ഥാപനത്തിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇവിടെ അക്കാദമിക്സിൽ പോയി കഴിഞ്ഞാൽ അവർ പിന്നെ എലിജിബിലിറ്റി കാണാം. അതുപോലെ തന്നെ അവരുടെ കോഴ്സുകൾ ഏതൊക്കെയാണ്, പിന്നെ പ്രോസ്പെക്ടസ് 2021, 2022 എന്നുള്ളത് കാണാം. അഡ്മിഷൻ, നമുക്ക് ഈ 2 കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിലെ അഡ്മിഷൻ 2020, 2021 എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. BASLP ഫിസിക്സ് കെമിസ്ട്രി. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കോഴ്സിന് പറയുമ്പോൾ BASLPക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി, അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ്, ഫിസിക്സ് കെമിസ്ട്രി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അങ്ങനെ ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. +2 സയൻസുകാർക്ക് മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് 2 സ്ട്രീമിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഒന്നുകിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എക്സാം എന്ന രീതിയിൽ നിങ്ങൾക്ക് ആ പരീക്ഷ എൻട്രൻസ് എക്സാം എഴുതാം, അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നുള്ള രീതിയിൽ. പിന്നെ ഈ കോഴ്സുകളുടെ PG കോഴ്സുകളും ഇവിടെ ലഭ്യമാണ്. നമുക്ക് പ്രോസ്പെക്ടസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള മറ്റ് കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടും. ഒരുപാട് ഡിപ്ലോമ കോഴ്സുകൾ, PG ഡിപ്ലോമ കോഴ്സുകൾ, PG കോഴ്സുകൾ, PhD, ഇതെല്ലാം B.Ed സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ B.Ed, ഇതെല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ, എത്രയാണ് ഓരോ വർഷവും ഫീസ് വരുന്നത് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും, സ്റ്റൈപ്പൻഡ് ഉണ്ടോ, സ്കോളർഷിപ്പ് ഉണ്ടോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവരുടെ ഈ പ്രോസ്പെക്ടസിൽ ലഭ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള കുട്ടികൾ പറയുന്ന സൈറ്റിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എത്ര സീറ്റുകളുണ്ട്, സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏത് കോഴ്സാണ് നമ്മൾ നോക്കുന്നത് എന്ന് വെച്ചാൽ ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക്
നിങ്ങൾക്ക് പോയി നോക്കാം. ഇപ്പോൾ ബാച്ചിലർ ഓഫ് ഡിഗ്രി പ്രോഗ്രാമാണ് BISLP. അത് യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂരിനോട് അഫിലിയേറ്റഡ് ആണ്. റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിച്ചതുമായ കോഴ്സാണ്. 4 വർഷമാണ് ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. പിന്നെ ഒരു 1 ഇയർ ഇന്റേൺഷിപ്പ് 6 സെമസ്റ്ററാണ്. ഇപ്പം 3, 2, 6 അങ്ങനെയാണ് 6 സെമസ്റ്ററുകളും 1 വർഷം ഇന്റേൺഷിപ്പും കൂടെ അടക്കമാണ് 4 വർഷത്തെ കോഴ്സ്. 68 സീറ്റുകളാണ് ഉള്ളത്. എലിജിബിലിറ്റി ഇവിടെ പറയുന്നുണ്ട്, +2 പാസ്സായിരിക്കണം എന്നുള്ളതും. പിന്നെ ജനറൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 50% മാർക്കാണ്. SC STക്ക് 45% മാർക്കും. ദെൻ അത് കോഴ്സ് ഒന്നെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ആണ് ഇവിടെ കോമ്പിനേഷൻ. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഓൺലി ദോസ് കാൻഡിഡേറ്റ്സ് ഹു ഹാവ് സ്റ്റഡീഡ് അറ്റ്ലീസ്റ്റ് 3 സബ്ജക്ട്സ് ഫ്രം എമംഗ് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി. ഒന്നുകിൽ ആ 3 അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ഈ കമ്പ്യൂട്ടർ സയൻസോ സ്റ്റാറ്റിസ്റ്റിക്സോ അങ്ങനെ ഏതെങ്കിലും ഈ പറയുന്ന കോമ്പിനേഷനിൽ ഏതെങ്കിലും 3 പഠിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്കത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ എലിജിബിലിറ്റി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. സീറ്റ് ഡിവിഷൻ എങ്ങനെയാണെന്ന് എഴുതിയിട്ടുണ്ട്. ഫീസ് ഇതാ, കുട്ടികൾ ഫീസ് അന്വേഷിക്കാറുണ്ട്. മികച്ച ഒരു സ്ഥാപനമാണ്, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, നാഷണലൈസ്ഡ് ഇമ്പോർട്ടൻ്റ് ഉള്ള സ്ഥാപനമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഫീസ് ഒരുപാടുണ്ടെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഫസ്റ്റ് ഇയർ കോഴ്സിന് ജനറൽ കാറ്റഗറിക്ക് 13,094 രൂപയാണ് ഫീസ് വരുന്നത്. ദെൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇയറിന് 2 വർഷം ഒരേ ഫീസാണ് വരിക. ഫസ്റ്റ് ഇയർ BSLP ഫീസും പിന്നെ ഫസ്റ്റ് ഇയറിനാണ് 13,094 രൂപ. സെക്കൻഡ് ഇയറിനും തേർഡ് ഇയറിനും സെയിം ഫീ തന്നെയാണ്, 11,844 രൂപയാണ്. ജനറൽ കാറ്റഗറിയാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ ഇന്റേൺഷിപ്പ് ഫീ ഉണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഫീ പാറ്റേൺ ഒക്കെ. അപ്പോൾ വലിയൊരു ഫീ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ നിന്നുള്ള ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ BISLP കോഴ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതാണ് ഒന്നാമത്തെ സ്ഥാപനം. ദെൻ അടുത്തത് ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സുകളുമായിട്ട് നിങ്ങളെ വിളിക്കുന്ന ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരാണ് ആ ഒരു സ്ഥാപനം. ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂര്. അപ്പോൾ ഇത് ഇവരുടെ സൈറ്റാണ്. ഇത് സൈറ്റിലേക്ക് കയറാവുന്നതേ ഉള്ളൂ. കുറച്ച് മുൻപ് ഇത് ഓപ്പൺ ആക്കി വെച്ചതാണ് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ. ഇത് 2 തവണയായത് ഓപ്പൺ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് വേണ്ടത് ഇവരുടെ അഡ്മിഷൻ പേജാണ്. അപ്പോൾ ഇവർ ഒരുപാട് കോഴ്സുകൾക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ MBBS മാത്രം നീറ്റിൻ്റെ റാങ്കിനേക്ക് അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. ബാക്കി വരുന്ന ഡിഗ്രി, ഡിപ്ലോമ കോഴ്സുകൾ, അതിൽ അലൈഡ് കോഴ്സുകളുണ്ട്, അലൈഡ് ഹെൽത്ത് കോഴ്സുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇവരുടെ എൻട്രൻസിൻ്റെ അടിസ്ഥാനത്തിലും നിങ്ങളുടെ +2ൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലും കൂടെയാണ് അഡ്മിഷൻ. അപ്പോൾ ഇവിടെ ഈ ഡൗൺലോഡ് സമ്മർ അഡ്മിഷൻ ബുള്ളറ്റിൻ എന്നുള്ളതാണ് ഞാനിവിടെ ഒന്ന് എൻലാർജ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ അഡ്മിഷൻ ബുള്ളറ്റിൻ, സമ്മർ അഡ്മിഷൻ 2021. അപ്പോൾ വേറെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഏജൻറ്റ് വഴിയുള്ള അഡ്മിഷൻ ഒന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. മികച്ചൊരു സ്ഥാപനം തന്നെയാണ് CMC വെല്ലൂര്. അപ്പോൾ അവരുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ 27-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 15th ജൂൺ വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം. ദെൻ ഒരുപാട് കോഴ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഗ്രൂപ്പ് A കോഴ്സുകൾ എന്ന് പറയുന്നത് അതിൽ 1 MBBS ആണ്. അതിപ്പോൾ ഞാൻ പറയുന്നില്ല, അത് നമ്മൾ നീറ്റിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട്, അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. ബാക്കി ഗ്രൂപ്പ് Aയിൽ വരുന്ന കോഴ്സുകളാണ് നമ്മൾ ഈ കാണുന്ന കോഴ്സുകൾ. ഞാൻ ഒന്നുകൂടെ അതൊന്ന് എൻലാർജ് ചെയ്യാം, ഒന്ന് സൂം ചെയ്ത് നമുക്കൊന്ന് കാണാം. 100 പറ്റുന്നില്ല, 50. ഓക്കെ, നിങ്ങൾ കോഴ്സ് നോക്കൂ. BSc നഴ്സിംഗ് ഉണ്ട്. BSc നഴ്സിംഗിൽ ഇവിടെ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഭാഗത്തായിട്ട് കിട്ടും. എലിജിബിലിറ്റി എന്താണ്, ഓപ്പൺ സീറ്റ് എത്രയാണ്, കോഴ്സ് ഡ്യൂറേഷൻ എന്താണ്, അഡ്മിഷൻ ഇയറിൽ വരുന്ന ഫീസ് എത്രയാണ്, മറ്റു വർഷങ്ങളിലെ ഫീസ്. ഇപ്പോൾ നോക്കി, അഡ്മിഷൻ ഇയറിൽ 42,500 ഫീസ് പറഞ്ഞത്, ഇൻക്ലൂഡിങ് യൂണിഫോം, ട്രാൻസ്പോർട്ട് ആൻഡ് ബുക്ക് ഫീ. ഓക്കെ, അതൊക്കെ അടക്കമാണ് ഫസ്റ്റ് ഇയറിൽ വരുന്നത്. പിന്നെ മറ്റു വർഷങ്ങളിൽ 15,000, 10,000 ഒക്കെയാണ് ഫീസ് വരുന്നത്. അപ്പോൾ അത് അത്ര വലിയൊരു എമൗണ്ട് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഒരു മികച്ച സ്ഥാപനത്തിലുള്ള കോഴ്സ്. ദെൻ BOT കോഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി പാസ് മാർക്ക് ആസ് 35% ഈച്ച് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനും നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇതുപോലെ ഇങ്ങോട്ട് നോക്കാം. 4 year + 6 months ഇന്റേൺഷിപ്പാണ്. ഫിസിയോതെറാപ്പി കോഴ്സ് ഉണ്ട്, 4 year 6 months ഇന്റേൺഷിപ്പ്. BSc MLT, BSc ഒപ്റ്റോമെട്രി,
BSc Medical Records, then BA SLP Critical Care Technology, Dialysis Technology, Nuclear Medicine Technology, Prosthetics and Orthotics, Radiography and Imaging Technology, Radiotherapy, Medical Sociology, അങ്ങനെയുള്ള ഒരുപാട് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ആൻഡ് അനസ്തീഷ്യ തുടങ്ങിയ ഒരുപാട് കോഴ്സുകൾ, ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സുകൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ് ഉള്ളത് എന്ന് കൂടി നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. ദെൻ ന്യൂറോ ഇലക്ട്രോ ഫിസിയോളജി, ആക്സിഡൻറ്റ് ആൻഡ് എമർജൻസി കെയർ ടെക്നോളജി, അങ്ങനെ ഒരുപാട് കോഴ്സസ് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളത് ഇനി ഗ്രൂപ്പ് ബിയിൽ ഡിപ്ലോമ കോഴ്സുകൾ, ഇതിൻ്റെ എല്ലാം ഡിപ്ലോമ കോഴ്സുകളും നിങ്ങൾക്ക് ഗ്രൂപ്പ് ബി എന്ന് പറയുന്ന കാറ്റഗറിയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെയും ഫീ ഡീറ്റെയിൽസും എലിജിബിലിറ്റിയും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിപ്ലോമ കോഴ്സുകളിലേക്കും അപേക്ഷിക്കാം, അതുപോലെ തന്നെ ഡിഗ്രി കോഴ്സുകളിലേക്കുമാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുക. അതുകൊണ്ട് താല്പര്യമുള്ള കോഴ്സുകൾ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓരോന്നിൻ്റെ അടിയിലും അവരതിൻ്റെ ഫീസ് മറ്റ് ഡീറ്റെയിൽസും ഉണ്ട്. ഇനി ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സുകൾ വിശദമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? ഓൺലൈൻ ആപ്ലിക്കേഷൻ മാത്രമാണ്, ഇത് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഫീ പേയ്മെൻറ്റ് എങ്ങനെയാണ്, അതെങ്ങോട്ടാണ് അയച്ചു കൊടുക്കേണ്ടത്, ഇവിടെ ഫീസിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ബേസിക് അഡ്മിനിസ്ട്രേറ്റീവ് ഫീ ആയിട്ട് 800 ഉണ്ട്. പിന്നെ അതുകൂടാതെ രജിസ്ട്രേഷൻ ഫീ പെർ കോഴ്സ്, ഓരോ കോഴ്സിനും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള കോഴ്സുകൾ മാത്രം അപേക്ഷിക്കുക, എല്ലാം കൂടെ വെറുതെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫീ പാറ്റേൺ ഉണ്ട്, അതെങ്ങനെ ഫീ പേ ചെയ്യണം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇതിൽ ലഭ്യമാണ്. ഒക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് ബിഫോർ ഫില്ലിങ് ദി ഫോം ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി ഫോട്ടോ വേണം, അതെങ്ങനെ അയക്കണം, സൈസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിൻ്റെ സൈറ്റ് ഇവിടെ നമ്മൾ കണ്ടിരുന്നു. അപ്ലിക്കേഷൻസ് ക്യാൻ ബി അസസ്ഡ് ഓൺലി ഓൺലൈൻ അറ്റ് admissions.cmcvellore.ac.in ഈ സൈറ്റിലൂടെയാണ് നിങ്ങൾ കയറിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഒന്ന് എന്തായാലും ഈ സൈറ്റിൽ കയറി നോക്കുക, കോഴ്സുകളൊക്കെ ഒന്ന് നോക്കുക, എലിജിബിലിറ്റി, ഫീസ് കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ 2 കോഴ്സുകളെയും കൂടെ, ഈ 2 സ്ഥാപനങ്ങളെയും കൂടെ ഒരുമിച്ച് ചേർത്ത് പറയാൻ കാരണം പാരാമെഡിക്കൽ കോഴ്സിലേക്ക് വരുന്ന കോഴ്സുകളായതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചാൻസ് നിങ്ങൾ ഒഴിവാക്കാതിരിക്കുക. ഫീ പാറ്റേൺ ഒക്കെ നമ്മൾ കണ്ടതാണ്. ഒന്ന് നോക്കുക. അപേക്ഷിക്കാൻ കഴിയുന്നവർ, ഇത്തരം കോഴ്സിനോട് താല്പര്യമുള്ളവർ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.